തൊഴിലാളികൾ അവരെ സമരത്തിൽ വളരെ ഗംഭീരമായിട്ടുണ്ട്. അതിനല്പം കൂടി മുമ്പ് അംഗനവാടി വർക്കർമാരും ഹെൽപ്പർമാരും കൂടി അവരെ ആവശ്യങ്ങൾ നമ്മുടെ സമരത്തിൽ നടന്നു. ഇപ്പോൾ ഈ വരുന്ന 22-ാം തീയതി ഈ ആർട്ടിസാൻസ് രംഗത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ തൊഴിലാളികളുടെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അവരൊരു പ്രക്ഷോഭം. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മൾ സജീവമായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രവർത്തനങ്ങൾ വളരെ നന്നായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. കർഷക തൊഴിലാളികളുടെ എല്ലാവർക്കും പറയാം, പരീക്ഷയെ പോലെ ദീർഘകാല സംഘടനാ രംഗത്തുണ്ടായിരുന്ന ഈ രംഗത്തുണ്ടായിരുന്ന നമ്മളുടെ സൈനികർ. ഞാനെപ്പോഴും പറയുന്ന ഒരു കാര്യം ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയാം. കേരളത്തിലെ സ്വതന്ത്ര തൊഴിലാളികളിൽ എന്തായിരുന്നു എന്ന് ഇപ്പം അറിയണമെങ്കിൽ അത് കർഷക തൊഴിലാളികളുടെ യോഗത്തിൽ പോയിരിക്കണം. ആ കാലത്ത് പണ്ട് കാലത്ത് തൊട്ടേ നമ്മുടെ സംഘടനാ രംഗത്തുണ്ടായിരുന്നൊരു വിഭാഗമാണ് കർഷക തൊഴിലാളികൾ. ആ തുടക്കത്തിലുള്ള പലരും അല്ലെങ്കിൽ അതിൻ്റെ പിൻതലമുറക്കാരായി യഥാർത്ഥ തൊഴിലാളികൾ എന്ന് പറയപ്പെടാൻ സാധിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടമായി എപ്പോഴും SPV കർഷക തൊഴിലാളി ഫെഡറേഷനും അതിന് നേതാക്കന്മാർ നിലനിൽക്കുന്നു എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സന്തോഷിക്കും. ഗ്രാമങ്ങളിലെ വളരെ പാവപ്പെട്ട കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട ഒരു ജീവിതം നടത്തുന്ന തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ പ്രവർത്തനം ആരംഭിച്ചത്. നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ജന്മിത്വവും അതുപോലെ തന്നെ നാടുവാഴ്ചയും ഒക്കെ നിലനിന്നിരുന്ന ഒരു നാടാണ് നമ്മുടെ നാട്. ജന്മിത്വം നമ്മുടെ രാജ്യത്ത് പൊതുവിൽ വളരെ അവസാനിച്ചു എന്നൊക്കെ പറയുമെങ്കിൽ പോലും ജന്മിത്വവും നാടുവാഴ്ചയും ഒക്കെ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ ഇന്ത്യയിൽ ആദ്യമായി ജന്മിത്വം അവസാനിപ്പിച്ച നാട് ഈ കേരളം. ആ ജന്മിത്വം അവസാനിപ്പിച്ചതോടുകൂടി നമുക്കറിയാവുന്നതുപോലെ കാർഷിക രംഗത്ത് വലിയ മാറ്റങ്ങൾ വന്നു. കാർഷിക വൃത്തിയിൽ മാറ്റങ്ങൾ വന്നു. ആൾക്കാരുടെ കയ്യിലുള്ള ഭൂമിയുടെ അളവിലും ഒക്കെ തന്നെ വലിയ മാറ്റങ്ങൾ വന്നു. പണ്ടത്തെ കുടിയാന്മാരൊക്കെ തന്നെ അല്പാൽപ്പം ചെറിയ ചെറിയ തുണ്ട് ഭൂമികളുടേതാണെങ്കിൽ പോലും അതിൻ്റെ അവകാശങ്ങളായി മാറി. ME കുടിയാൻ വ്യവസ്ഥ കേരളത്തിൽ വളരെ അതിൻ്റെ ഭാഗമായി ഈ കാർഷിക വൃത്തിയിൽ വന്നിട്ടുള്ള വലിയൊരു മാറ്റമുണ്ട്. ആ മാറ്റത്തിൻ്റെ ഘട്ടത്തിലാണ് നമ്മുടെ സംഘടന കേരളത്തിൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ച് വളർന്നു. കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ വളരെ ഭാരിച്ച പണിയാണ്. അവരെ വിളിച്ചു കൊടുക്കുക, ഇവിടെ നേരത്തെ അത് സൂചിപ്പിച്ച പോലെ അവരെ അവകാശബോധമുള്ളവരാക്കി മാറ്റുക, ഒരു സംഘടനയുടെ തുറക്കയിൽ കൊണ്ടുവരിക, അവകാശ സമരങ്ങളിൽ അവരെ പങ്കെടുപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ വളരെ പ്രയാസകരമായ ജോലിയാണ്. പ്രത്യേകിച്ച് പണ്ട് കാലത്ത്, ഇന്നത്തെ കാലത്ത് പണ്ട് കാലത്തെ കർഷക തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ ഒന്ന്, അത് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളിൽ നിന്നാണ് കർഷക തൊഴിലാളികൾ ഉണ്ടാവുന്നത്. രണ്ട്, അവർക്ക് വിദ്യാഭ്യാസം സാമാന്യം കുറഞ്ഞ വിദ്യാഭ്യാസം അവർക്ക് കാണും. എന്നാൽ സ്ഥിതിയൊക്കെ കുറെ മാറിയിട്ടുണ്ട്. അവരെ സംഘടിപ്പിച്ച് അവകാശബോധമുള്ളവരാക്കി നമ്മുടെ സംഘടനയിലേക്ക് അവരെ കൊണ്ടുവന്ന് അതിൻ്റെ സംഘാടനം നടത്തി പിന്നീട് കേരളത്തിൽ ക്ഷേമനിധി പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അതിലവരെ അംഗങ്ങളാക്കി മാറ്റി. ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തി മുന്നോട്ട് പോകുക എന്നുള്ളത് യഥാർത്ഥത്തിൽ വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു ജോലിയാണ്. ആ ജോലി ഒരു വീഴ്ചയും ഇല്ലാതെ നടത്തി വരുന്നവരാണ് കർഷക തൊഴിലാളി രംഗത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ നേതാക്കന്മാരുടെ കാര്യത്തിൽ നിങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല അഭിമാനമുണ്ട് എന്ന് വളരെ ആത്മാർത്ഥമായി തന്നെ ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഇതിപ്പോൾ ഏതാണ്ട് നമ്മുടെ സംഘടനയിൽ കേരളത്തിൽ ഏതാണ്ട് 20,000-ഓളം 20,000-ഓളം അംഗങ്ങൾ കേരളത്തിൽ നമ്മുടെ സംഘടനയിൽ അംഗങ്ങളാണ്. എനിക്ക് നല്ല ബോധ്യമുണ്ട് അത് യഥാർത്ഥത്തിൽ നല്ല ഹക്കായിട്ടുള്ള കർഷക തൊഴിലാളികളാകും എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. എല്ലാ മെമ്പർഷിപ്പ് ചിലപ്പോൾ അങ്ങനെ ആയിക്കോളണമെന്നില്ല. എന്നാൽ കർഷക തൊഴിലാളി ഫെഡറേഷൻ കൊണ്ടുവരുന്ന മെമ്പർഷിപ്പിൽ ഏതാണ്ട് അത് കൃത്യമായിട്ട് കർഷക തൊഴിലാളികളായിട്ടുള്ള ആൾക്കാരാകും എന്നൊരു സംശയമില്ല. പക്ഷേ
അത് ഉള്ളതിനേക്കാൾ വളരെ കുറവാണ്. 20,000 അംഗങ്ങളാണ് നമ്മുടെ കൂട്ടത്തിൽ ഇന്ന് മെമ്പർമാരുള്ളതെങ്കിൽ ഒരുപക്ഷെ വയനാട് ജില്ല മാത്രം എടുത്താൽ തന്നെ 10,000-15,000 കർഷക തൊഴിലാളികളിൽ നിന്ന് STU-കാരായിട്ടോ STU നേതാക്കന്മാരെ കീഴിലോ പ്രവർത്തിക്കുന്നതിനായി വയനാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കാണുമെന്നാണ് വിശ്വാസം. മലപ്പുറം ജില്ലയിലും സാമാന്യം അത് തന്നെയാണ് സ്ഥിതി. അത് പണ്ട് കാലത്ത് ശീലിച്ചു വന്നൊരു ശീലത്തിൻ്റെ ഭാഗമായി ഒരു വ്യക്തി, ഒരു നേതാവ്, ആ നേതാവിനെ ചുറ്റിപ്പറ്റി കുറേ തൊഴിലാളികൾ, ചിലപ്പോൾ നേതാവ് മരണപ്പെട്ടു പോയിട്ടുണ്ടാവും, ചിലപ്പോൾ നേതാവ് രംഗത്തുനിന്ന് പോയിട്ടുണ്ടാവും, പിന്നെ അവർ അനാഥമായി മാറിയിട്ടുണ്ടാവും, കുറേ ആൾക്കാർ പിന്നെയും STU-ൽ ചേർന്നിട്ടുണ്ടാവും, കുറേ ആൾക്കാർ അതങ്ങനെ ആണ് അല്ല എന്ന രീതിയിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ കൂട്ടിയാണ് ഏതാണ്ട് കേരളത്തിൽ ഒരു 1,00,000 ആളുകളെങ്കിലും ഉള്ള ഒരു സംഘടനയായി കേരളത്തിലെ കർഷക തൊഴിലാളി ഫെഡറേഷന് മാറാൻ ഒരു പ്രയാസവുമില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ ഉള്ളതിന്, നിലവിൽ നമ്മുടെ കൈവശം ഉള്ളതിന് ഒരു പോറൽ ഏൽപ്പിക്കാതെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന നേതാക്കന്മാരാണ് ഈ രംഗത്ത് വളരെ പാടുപെട്ട് പ്രവർത്തിക്കുന്ന കർഷക തൊഴിലാളികൾ. ട്രേഡിംഗ് രംഗത്ത് നമുക്കെല്ലാവർക്കും അറിയാം, ഇത് പിന്നെ അല്പം മെച്ചപ്പെട്ട ഒന്നായി കൊണ്ടുവരുന്നത് ചില നേതാക്കന്മാരുടെ ഇവിടുന്ന് എന്ത് മെച്ചം കിട്ടാനും സാധിക്കും. കർഷക തൊഴിലാളി രംഗത്ത് പ്രവർത്തിച്ചിട്ട് ആർക്ക് എന്ത് മെച്ചം കിട്ടാനും, വളരെ പാവപ്പെട്ട തൊഴിലാളി അവരിൽ നിന്ന് കിട്ടുന്ന വളരെ തുച്ഛമായിട്ടുള്ള വേതനം, അതിൻ്റെ ആനുകൂല്യങ്ങൾ ഇവിടെ നമുക്ക് മെച്ചമുണ്ടാക്കാൻ പറ്റും. അപ്പൊ യഥാർത്ഥത്തിൽ പ്രതിഫലം പ്രതീക്ഷിക്കാതെ ജോലി ചെയ്യുന്ന ഒരു നേതാക്കന്മാരുടെ കൂട്ടമാണ് ഈ സംഘടന എന്നതിലും ഒരു സംശയമില്ല. ഇന്ന് നമ്മുടെ പ്രശ്നം എന്താണ്? ഇന്ന് നമ്മുടെ പ്രശ്നം കാർഷിക മേഖല വലിയ മാറ്റങ്ങൾ വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. വ്യവസായത്തിൽ ഇങ്ങനെ തൊത്തില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ എൻ്റെ കത്തോട് നോക്കിയിട്ട് സമയം കിട്ടിയില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പറഞ്ഞു പോയി. പണ്ടത്തെ കാർഷിക മേഖലയിൽ ഇന്നത്തെ കാർഷിക മേഖല ഒന്ന്, കൃഷിയിലേക്ക് വരാൻ തന്നെ ആൾക്കാർ പഠിച്ചുകൊണ്ടിരിക്കുക. ഞാനിന്ന് നിയമസഭയിൽ നമ്മുടെ കൃഷിമന്ത്രിക്ക് ഒരു പ്രസംഗം കൊടുത്തു. മുപ്പര് പറഞ്ഞാൽ വളരെ ആവേശത്തോടുകൂടി കൃഷിയിലേക്കൊക്കെ ചെറുപ്പക്കാർ ഉൾപ്പെടെ വരുന്നു എന്നാണ്. അതെവിടെയാണെന്നും കൂടി മുപ്പര് പറഞ്ഞാൽ നമുക്ക് കാര്യം മനസ്സിലാക്കുകയും കൃഷിയിലേക്ക് വരാനൊന്നും ഇന്ന് ആൾക്കാർ തയ്യാറാവുന്നില്ല. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ കൃഷി ലാഭകരമല്ല എന്നുള്ളതുകൊണ്ടാണ്. കൃഷിക്കാരന് അവരെന്തെങ്കിലും ഉത്പാദിപ്പിച്ചാൽ അതിന് മാന്യമായിട്ടില്ല വില കിട്ടുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. പുറത്ത് വരില്ല എന്നുള്ളതല്ല, നാട്ടിൽ ഈ സാധനങ്ങൾക്കൊക്കെ വരുന്നു, പക്ഷെ കൃഷിക്കാർക്ക് അത് കിട്ടുന്നില്ല. അപ്പൊ കൃഷി എന്ന് പറയുന്ന അർത്ഥമാണ്. അതുകൊണ്ട് തന്നെ കാർഷിക വൃത്തി എന്ന് പറയുന്നതും അതുമായി ബന്ധപ്പെട്ട തൊഴിലെന്ന് പറയുന്നതും നാട്ടിൽ പതുക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ലാഭകരമല്ലാത്ത സ്ഥലത്തേക്ക് ഇങ്ങനെ ചെറുപ്പക്കാർ ആവേശത്തോടുകൂടില്ല. അഭാവ്യത്തിലേക്ക് വരാനുള്ള യാതൊരു സാധ്യതയില്ല. പിന്നെയും പറഞ്ഞതുപോലെ ഈ തൊഴിൽ മേഖലയിൽ നടക്കുന്ന മാറ്റങ്ങളൊക്കെ തന്നെ ഭൂമിയിലും നടന്നുകൊണ്ടിരിക്കും, കൃഷിഭൂമിയിലും നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ മാറ്റങ്ങളൊക്കെ വരുമ്പോൾ പൊതുവിൽ തൊഴിൽ കുറഞ്ഞൊരു മേഖലയായി ഈ മേഖല മാറിക്കൊണ്ടിരിക്കും. വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയായി മാറിക്കൊണ്ടിരിക്കും. ഇവിടെ അക്ഷരസായിക്കൂടെ സൂചിപ്പിക്കുകയാണോ, നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ പുതിയ സാഹചര്യത്തെ എങ്ങനെയാണ് തൊഴിലാളിക്ക് മോടിച്ചാൽ മനസ്സിലാക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ മിക്കവാറും നാട്ടിലുള്ള കർഷക തൊഴിലാളികളായിട്ടുള്ള ആൾക്കാരെ സംഘടിപ്പിച്ച് അവർക്ക് ക്ഷേമനിധി ആനുകൂല്യങ്ങളൊക്കെ വളരെ സത്യസന്ധമായി വാങ്ങിക്കൊടുത്ത് അങ്ങനെ നമ്മുടെ സംഘടനാ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ്. നാളെ അത് സാധിക്കും, അതാണ് പരിശോധിക്കുക. ഇങ്ങനെ തന്നെ നമുക്കിനി പോയാൽ ഇത് സാധിക്കും. കൃഷിയുമായി ബന്ധപ്പെട്ട ആൾക്കാരെ നമുക്ക് ഇനി എങ്ങനെയാണ് സംഘടിപ്പിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും? അവർ പണ്ടത്തതുപോലെ ഇനി ജോലിയെടുക്കുന്ന ആൾക്കാരെ മതി. പുതിയ കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യും. അവർ പഠിക്കുമ്പോൾ എന്ത് വേണം? അവർ പഠിക്കുമ്പോൾ നമ്മൾ മാക്കൂട്ടത്തിൽ പഠിക്കാൻ കഴിയും. അപ്പോൾ ഒരു പുതിയ കാലഘട്ടത്തിലെ പുതിയ തൊഴിലാളി നേതൃത്വമായി നമുക്ക് എല്ലാ രംഗത്തും ഇനി മാറാൻ പറ്റും. മനസ്സിലായി? എല്ലാ രംഗത്തും നമുക്ക് പുതിയ കാലഘട്ടത്തെ അതിജീവിക്കാൻ പ്രാപ്തിയുള്ള തൊഴിലാളി നേതാക്കന്മാരും സംഘടനയുമായി നമുക്കിനി മാറാൻ സാധിക്കണമെന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് മാത്രമാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പിന്നെ പറക്കാൻ മുമ്പോട്ട് ചോദിച്ചു, ഞാൻ വരുമ്പോഴാണ് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്
ദേശീയ കമ്മിറ്റി ശക്തിപ്പെടുത്തുന്നു. അത് നല്ലതാണ്, വളരെ നല്ല ആശയമാണ്. പിന്നെ പാർട്ടിയാണ് അതിൻ്റെ ദേശീയ പ്രസിഡന്റ്, പാർട്ടിയാണ് സെക്രട്ടറി, കർണാടക. അത് വലിയ വലിയ പിന്നെ നിരക്കണുള്ള ഒരു പണിയാണ്. ദേശീയ കമ്മിറ്റി എന്ന് പറയുന്നത് പാലക്ക വയനാട് മറ്റൊരാൾ ബാംഗ്ലൂർ പോയിട്ടുള്ള ഒരു കാര്യം. ദേശീയ കമ്മിറ്റി അത് വളരെ വിപുലമായിട്ടൊന്നും സംഘടിപ്പിക്കാത്ത ശ്രമിക്കുന്ന വലിയ കാര്യമാണ്. പക്ഷേ പ്രധാനപ്പെട്ട 3, 4, 5 സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് അവിടെ പോയി അവിടുത്തെ കർഷക തൊഴിലാളികളെ കണ്ട് അവരുടെ പ്രശ്നങ്ങൾ എന്താ മനസ്സിലാക്കി ആ രീതിയിലുള്ള സംഘാടനത്തിന് സാധിക്കുമെങ്കിൽ അത് നമ്മൾ ചെയ്യും. പക്ഷെ അവിടെ നമ്മൾ പഠിക്കാൻ തയ്യാറാണ് ആ കാര്യം. നിങ്ങൾ ബാംഗ്ലൂരിൽ പോയിട്ട് കർഷക തൊഴിലാളി ഉണ്ടാക്കാന്ന് വെച്ചാൽ ബാംഗ്ലൂരിലെ കർഷക തൊഴിലാളി കേരളത്തിലെ കർഷക തൊഴിലാളി എന്ന് പറഞ്ഞില്ല. മനസ്സിലായി? ഞാനൊരിക്കൽ മധ്യപ്രദേശിൽ പോയപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. സത്യത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത തൊഴിലാളിയാണ് മധ്യപ്രദേശിലെ സാധാരണ തൊഴിലാളി. പാടത്തും പറമ്പിലൊക്കെ പഠിക്കുന്ന തൊഴിലാളി. ഇവിടെ തന്നെ നമ്മൾ കാണുകയില്ല. അപ്പൊ അവരെയാണല്ലോ അവിടെ സംഘടിപ്പിക്കുന്നത്. അപ്പൊ ആ സംഘാടനം എവിടെ, എങ്ങനെ, എപ്പോ, ആരെ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പൊ കർഷക തൊഴിലാളികളായി ഇന്ത്യയിൽ അധികം പണിയെടുക്കുന്നത് പൊതുവിൽ പട്ടികജാതിക്കാരാണ്. പട്ടികജാതിക്കാരേക്കാൾ മോശമാണ് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ. ഈ 2 കൂട്ടരായിരിക്കും ഏറ്റവും അല്ലെങ്കിൽ ഗോത്രവർഗ്ഗക്കാർ. അപ്പൊ അവിടെ നമ്മൾ എങ്ങനെ പോയി ഇതിനെ പതുക്കെ സംഘടിപ്പിച്ചു കൊണ്ടുവരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. രണ്ടാമത്തത്, കേരളത്തിൽ വന്നാൽ ഞാൻ ഇന്നലെ അഷ്റഫ് സാഹിബിനോട് തന്നെ വെറുതെ മനസ്സിൽ വന്നൊരു ആശയത്തെക്കുറിച്ച് സംസാരിക്കും. കർഷക തൊഴിലാളി രംഗത്ത് നമുക്ക് ഏതാണ്ട് 90 യൂണിറ്റുണ്ട് അല്ലേ? എത്ര 90? അതിന്റെ കണക്ക് അഷ്റഫിന്റെ സ്ഥായിലെന്നാ പറഞ്ഞത്. 100ന്റെ മുകളിൽ. ഈ 100ന്റെ മുകളിൽ നമുക്ക് യൂണിറ്റിൽ നമ്മുടെ മെമ്പർഷിപ്പ് ഏതാണ്ട് 20,000 അങ്ങനെ 21,000 മെമ്പർഷിപ്പ്. നമുക്ക് പിന്നെ ഈ 100ൽ പരം യൂണിറ്റുകൾ അത് ഒരുപോലെ നമുക്കൊന്ന് ആക്ടിവൈസ് ചെയ്യാനുള്ള നമ്മളെ പരിപാടി. അപ്പൊ നിങ്ങളൊരു ഫോളോ ചെയ്യും. കർഷക തൊഴിലാളി ഫെഡറേഷൻ ഒരു ആഹ്വാനം നടത്തും. കർഷക തൊഴിലാളി ഫെഡറേഷന്റെ പിന്നെ നേതൃത്വത്തിൽ ഈ 100 യൂണിറ്റിൽ നമുക്കൊരു ദിവസം വൈകുന്നേരം ഒരു 10 ആൾക്കാരെ വീതം നിന്ന് ഈ കൊടി ഉയർത്തി 4 മുദ്രാവാക്യം കിട്ടാനുള്ള മാറ്റം അങ്ങനെ നമ്മുടെ സംഘടനയെ കൊണ്ടുവരുന്നത്. അപ്പൊ ഇപ്പോഴുള്ള നമ്മുടെ ലീഡർഷിപ്പ് യൂണിറ്റ് ഉണ്ടാവും. യൂണിറ്റിൽ ഒരു ഭാഗം നേതാവ് ഇങ്ങനെ കൊണ്ടുവരുന്ന ഒരാളുണ്ടാവും. പിന്നെ വളരെ സത്യസന്ധനായി അതിലെ ഈ പിന്നെ അബു പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് വളരെ വളരെ കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു അസസ്മെന്റാണ്. അതായത് ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെന്ന നിലക്ക് നമ്മൾ എന്താവരുത് എന്നത് കൂട്ടിപ്പറഞ്ഞു. ഒരിക്കലും നമ്മൾ കേവലമായ രാഷ്ട്രീയക്കാരായല്ല പ്രവർത്തിക്കുന്നത്. കേവലമായ മതനേതാക്കന്മാരുമായിട്ടല്ല നമ്മൾ പ്രവർത്തിക്കുന്നത്. അഷ്റഫിന്റെ പിന്നെ തൊഴിലൊക്കെ പറഞ്ഞത്. അപ്പൊ നമ്മളെ പല സദസ്സിൽ ചെന്നാൽ പിന്നെ നമ്മളെങ്ങനെയാണ് മീറ്റിംഗ് ഞാൻ ഒരു സ്ഥലം ഞാൻ പഠിക്കുന്ന എല്ലാ മുസ്ലിങ്ങളായതുകൊണ്ട് അങ്ങനെയാണല്ലോ നമ്മൾ ആവശ്യമുള്ള രീതി എന്താണ്. നമ്മൾ SP മീറ്റിങ്ങിൽ അവിടെ ചാത്തനുണ്ടാവും, പോത്തനുണ്ടാവും, സക്കീനുണ്ടാവും, പിന്നെ ക്രിസ്ത്യൻ ഉണ്ടാവും, ഗോവാൻ എല്ലാം ഉണ്ടാവും. നമ്മളെ പല നേതാക്കന്മാരോട് പോയിട്ട് എങ്ങനെ അഭിസംബോധിക്കുക അവിടെ ചെന്നിട്ട് ഈ പാവങ്ങളൊന്നും ഇരിക്കണമെന്നുള്ള വിചാരമേ അവരുടെ മനസ്സിലുണ്ടാവില്ല. ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഈ കൂട്ടത്തിൽ ഉണ്ടെന്നുള്ള വിചാരം ഉണ്ടാവില്ല. അപ്പൊ നമ്മളൊരു കാഴ്ചപ്പാട് നമ്മൾ ജനിച്ചു വന്ന് നമ്മുടെ എന്താ പറയുക മതപരമായ ചിട്ടവട്ടങ്ങൾക്കനുസരിച്ചുള്ള ഒരു സംഘടനാ രീതി നമുക്കറിയുള്ളൂ. അതല്ല ട്രേഡ് യൂണിയൻ രീതി എന്ന് പറയുന്നത്. അത് വളരെ വ്യത്യസ്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കില്ല. നമ്മളെ വിശ്വാസം, നമ്മളെ പ്രമാണങ്ങൾ, നമ്മുടെ ആചാരങ്ങൾ ഒന്നും വിട്ടുവയ്ക്കണമെന്ന് പറഞ്ഞില്ല. ട്രേഡ് രംഗത്തേക്ക് വരുമ്പോൾ അഷ്റഫ് ഇവിടെ പറഞ്ഞു കാണും അതല്ലെങ്കിൽ എന്തിനാണ് സ്വതന്ത്ര തൊഴിലാളി ഉണ്ടാക്കിയത്? മുസ്ലിം ലേബർ യൂണിയനായിട്ട് നിന്നാൽ പോരായിരുന്നോ? എത്ര എളുപ്പമുണ്ട്. മുസ്ലിം യൂത്ത് ലീഗ്, മുസ്ലിം ലേബർ യൂണിയൻ അല്ലെങ്കിൽ വനിതാ ലീഗ് എന്നൊക്കെ പറഞ്ഞ മാതിരി ആ രീതിയിൽ തന്നെ പോയതോ അത് ശരിയല്ല എന്നുള്ളത് പിന്നെ മഹാനായ CJ സാഹിബിന്റെ കൃത്യമായ നിലപാടാണ്. 2 ഇവിടെ പറഞ്ഞൊരു പ്രശ്നമുണ്ട്.
നമ്മൾ ഈ രാഷ്ട്രീയക്കാരെ പ്രസംഗിക്കണ മാതിരി ട്രേഡ് യൂണിയൻ പ്രസംഗിക്കാൻ സാധിക്കും. നമുക്ക് രാഷ്ട്രീയം പറയാം, അത് രാഷ്ട്രീയം പറയേണ്ട സമയത്ത് കൃത്യമായിട്ട് നമ്മുടെ നിലപാടുകൾ വ്യക്തമാക്കാൻ പറയണം. അതല്ലാതെ നമ്മൾ ഈ ഓരോരുത്തരെ കുറിച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് മറ്റവരുടെ ഈ ജാതകം ആ ജാതകം അതല്ലല്ലോ നമ്മുടെ വിഷയം. ഈ വ്യത്യസ്തതകളോടുകൂടി ഗ്രാമങ്ങളിൽ നമ്മുടെ സംഘടന കെട്ടിപ്പടുക്കുന്നവരാക്കി നമ്മൾ മാറ്റണമെങ്കിൽ അതിലെന്താണ് ഒരു മാർഗം എന്താണ്? ഇങ്ങനെ പോയാൽ മതിയാവും. കൊല്ലത്തിലൊരിക്കൽ അഷ്ടപ്രധാനത്തുവസായിട്ടെല്ലാം കൂടി ഒത്തിമ്പാടുണ്ടാക്കി മെമ്പർഷിപ്പ് എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ഒന്നെങ്കിൽ 25 ചൊറ്റ സംഘടിപ്പിച്ച് അതുകൂടെ കുറഞ്ഞൊരു കുറച്ച് പൈസ ബസ്സും കൊടുക്കും, കുറച്ച് പടിയും കിട്ടും, അങ്ങനെ മതി. അതല്ലല്ലോ സംഘടന. ഇപ്പോൾ പിന്നെ നമുക്കിപ്പോൾ മാതൃകാപരം എന്ന് പറയാവുന്ന കുറേ സംഘടനകളും രാജ്യത്തില്ല. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പല ട്രേഡ് സംഘടനകൾക്കും ഇന്ന് കേരളത്തിലെ മാതൃക എന്ന് പറയുന്നത് സ്വതന്ത്ര തൊഴിലാളി യൂണിയനാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മുമ്പൊക്കെ പലരെ കുറിച്ച് നമ്മൾ പറയാറുണ്ടായിരുന്നു, അവരാണ് മാതൃക, അങ്ങനെ തന്നെ. പക്ഷെ നമുക്ക് കുറച്ചുകൂടി മാതൃകയായിട്ട് മാറണമെങ്കിൽ നമ്മുടെ യൂണിറ്റുകളെ ഒന്ന് ആക്ടിവൈസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ജില്ലാ സെക്രട്ടറിയോ പ്രസിഡന്റോ ഒരു വിളി വിളിച്ചാൽ ആ വിളിക്ക് ഉത്തരം തരുന്ന യൂണിറ്റുകളാക്കി നമ്മുടെ യൂണിറ്റുകളെ മാറ്റണമെങ്കിൽ അതിൻ്റെ ഒരു പ്രവർത്തന പരിപാടികളോ. ഞാൻ അഷ്റഫിനോട് പറഞ്ഞത് ഒരു യൂണിറ്റിൽ ഒരു 3 ആളെങ്കിലുള്ള ഒരു പ്രവർത്തനത്തിനുണ്ടാകും. 3 ആളുണ്ടാകും. അത് പ്രസിഡന്റ് സെക്രട്ടറി നയിക്കോളുന്നില്ല. ആ യൂണിറ്റിൽ നമ്മുടെ സംഘടനയെ പിന്നെ സഹായിക്കാനും നയിക്കാനും ആൻസറബിളായിട്ടുള്ള എന്തുകൊണ്ട് നമുക്കൊരു 2-3 ആൾക്കാരുടെ അത് ബെസ്റ്റ് ആകുമ്പോൾ 2 ആണുങ്ങളും ആകാം, ഒരു പെണ്ണുമോ. പെണ്ണുങ്ങൾ വേണമെന്നൊക്കെ കേട്ടോ. പെണ്ണുങ്ങൾ വേണമെന്നല്ലേ, പെണ്ണുങ്ങളില്ലാത്ത ഒരു ജസ്റ്റ് പറ്റില്ല. ഇതിൽ ഒരു സോക്കർ എന്താ വെച്ചാൽ പിന്നെ ഒരുവിധം പറ്റുമെങ്കിൽ പല സ്ഥലത്ത് നമ്മൾ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്, ഒരുവിധം പറ്റുമെങ്കിൽ എസ്പിയുടെ സ്റ്റേറ്റിൽ പെണ്ണുങ്ങൾ ഇരിക്കില്ല. ഇവിടെ ഇപ്പോൾ ഇവർ വന്നിരുന്നത് പിന്നെ പുണ്യക്കുളത്തിന് കൊണ്ട് നടന്നു കൂടി ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് നന്നായത്. പ്രഷറാണ് മനസ്സിലായി, അത് നന്നായി. പല സ്ഥലത്ത് ഞാനിപ്പോൾ അഷ്റഫ് ഞാനും കൂടി പിന്നെ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിനൊക്കെ ധാരാളം സ്ത്രീകളുണ്ട്, ഒരുപാട് ആളുകൂടി ഇൻഡസ്ട്രിയിൽ മീറ്റിംഗ്. അപ്പം ഞാൻ ചോദിച്ചു 2 പെണ്ണുങ്ങളെ കൂടെ ഒന്ന് കയറ്റിക്കൂടെ, അതിൻ്റെ നാട്ടിലും മറ്റുള്ളവർ കാണുമല്ലോ, ചില ആണുങ്ങളെ മാത്രം ഏർപ്പാടെന്നുള്ളതായിരുന്നു. അപ്പം എന്നിട്ട് അതിലൊരു സ്ത്രീനെ വിളിച്ചു ഞാൻ വലിയൊരു പെണ്ണ് ഇവിടെ വന്നിരിക്കുക ഒന്നാം മുഖത്തേക്ക്. അങ്ങനെയാണോ ട്രേഡ് സംഘടന പോകുന്നത്? ഈ വക എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായി അതൊരു സംഘടനാ സംവിധാനത്തെ ശിഥിലമാക്കിക്കൊണ്ടല്ല ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു കോർ സംവിധാനം വേണം. വിളിച്ചാൽ ഉത്തരം പറയുന്ന ഒരു ലീഡർഷിപ്പ് നമുക്ക് താഴെപ്പെട്ടു. ഇപ്പൊ നമ്മുടെ സംസ്ഥാന സമ്മേളനം ഇൻഷാ അല്ലാഹ് ജനുവരി മാസം അവസാനത്തിലോ അതല്ലെങ്കിൽ പിന്നെ ഫെബ്രുവരി ആദ്യത്തിലായിട്ട് നമുക്ക് കോഴിക്കോട് സമ്മേളനം നടത്തുന്നത്. 2 ലക്ഷത്തിലേറെ അംഗങ്ങൾ അപ്ലൈ ചെയ്ത ഒരു സംഘടനയാണ്. മനസ്സിലായി? 2 ലക്ഷത്തിലേറെ അപ്ലൈ ചെയ്ത ഒരു സംഘടന. ഇപ്പോൾ അഷ്റഫ് സാഹിബിന്റെ കണക്ക് പ്രകാരം 1500-ൽ പരം യൂണിയനോ യൂണിറ്റോ ഒക്കെ കേരളത്തിൽ നമുക്കുണ്ടാവും അല്ലേ? ഉണ്ടാവേണ്ടതാണ്. ഈ പിന്നെ ഓരോ യൂണിറ്റിൽ നിന്നും പിന്നെ ഒരു 10-100 ആൾക്കാർ വീതം ശരാശരി വന്നാൽ തന്നെ എത്രായിരം ആൾക്കാരുണ്ടാവും. നമ്മളിങ്ങനെ ബേജാറായി ആലോചിച്ചുകൊണ്ടിരിക്കണം. ആ കടപ്പുറത്ത് 25,000 ആളുകൾ വരണ്ടേ, 25,000 ആളുകൾ വരണ്ടേ. ഇതെല്ലാം സംഘടിപ്പിക്കുന്നത് വേണം. ഈ പറഞ്ഞതുപോലെ അടിത്തട്ടിൽ നമ്മുടെ സംഘടന കുറെ കൂടി സജീവമാക്കി നിങ്ങളുടെ പണി തന്നെ പോകണം. നിങ്ങൾക്ക് എടുക്കുന്ന ഈ പടപാടുപെട്ട പണി തന്നെ ഒരു 90% കുറയും. അടിത്തട്ടിൽ ഇത് കുറെ കൂടി പിന്നെന്താ പറയുക സക്രിയമാണെങ്കിൽ നമുക്ക് ആ ജോലി കുറെ കൂടി മെച്ചപ്പെടും. എന്തായാലും നിങ്ങളെല്ലാവരും കൂടി ആലോചിക്കുക നമുക്ക് എങ്ങനെയാണ് കുറച്ചുകൂടി ആക്ടിവൈസ് ചെയ്യുക എന്നുള്ളത് കുറച്ചുകൂടി മാറി ഇങ്ങനെ പോകണം. അപ്പോൾ ഇവിടെ കുറേ നിർദ്ദേശങ്ങൾ പറഞ്ഞു. നിങ്ങൾ അടക്കൊന്നിരിക്കുക, കിടക്കൊന്നിരുന്നിട്ട് പിന്നെ വെറുതെ ഒന്നിരുന്ന് കുറച്ച് പുതിയ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. പഴയത് മാത്രമല്ല, കുറച്ച് പുതിയ കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾക്കൊക്കെ പഠിക്കാൻ പറ്റും.
നമ്മൾ ഈ പഴയ രീതിയൊക്കെ നോക്കിയിട്ട് കുറച്ച് പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നടത്തിയെടുക്കുക. പിന്നെ പട്ടണങ്ങളുടെ കാര്യങ്ങൾ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഈ ഒത്തുചേരൽ വളരെ നന്നായി നിങ്ങൾ ഒരിക്കൽ കൂടി പിന്നെ അനുമോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് പിന്നെ ഇതൊക്കെ മാറ്റേണ്ട ഒരു രീതിയാണ്. ഈ വരുന്നവർ ചെയ്തു പോയാൽ മതൊക്കെ ഇത്തരത്തിൽ ഇങ്ങനെ ഈ പഴയ ആചാരങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള പ്രശ്നമാണ്. എന്തായാലും ഇതെല്ലാം അനുവാദത്തോടുകൂടി ഈ സംഗമം ഉദ്ഘാടനം അറിയിച്ചു അവസാനിക്കും.